രണ്ടാഴ്ച എങ്ങനെ പണിയെടുത്തിട്ട് പണി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരും. പൈസ ചെലവാക്കണോ? ഇവിടെ എല്ലാം കിട്ടും. ഏതാ വേണമെങ്കിൽ പെണ്ണ കിട്ടും. ഒരു 500 രൂപ 400 രൂപ 300 രൂപ തന്നെ ആ പെണ്ണ കിട്ടും. പെണ്ണ അതാ കിട്ടും. ഈ പെണ്ണുങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? അതാ എല്ലാ ആസാമി ഉണ്ട്, മലയാളം ഉണ്ട്, ബംഗാളി ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. മലയാളി ഉണ്ടെങ്കിൽ 1500, പിന്നെ ആസാമി ഉണ്ടെങ്കിൽ 1000 രൂപ, പിന്നെ കൊൽക്കത്ത ആൾക്കാരും ഉണ്ട് 400 രൂപയ്ക്ക് 300 രൂപയ്ക്ക്. അത് കുറെ പേഴ്സ് ഉണ്ട് ആൾക്കാർ. ഡിമാൻഡ് കൂടുതൽ. മലയാളി അതിന്റെ ഡിമാൻഡ് കൂടുതൽ. എനിക്ക് പറയണ പേടിയില്ല, അതിന് ഡയറക്റ്റേ പറയും. മലയാളി അതിന് 2000 രൂപ 2500 മേടിക്കും. ഞാൻ പോയിട്ടുണ്ട്. അതിന് എനിക്ക് അതാ നല്ലത് അറിയാം. അതൊക്കെ ഏത് ലോഡ്ജിലൊക്കെ ഏതൊക്കെ നടക്കുന്നത്? റോസ് ഉണ്ട്, റൂമുണ്ട്. ഏതാ ലോസിൽ പോയി കിട്ടും, റൂം കിട്ടും. ഏവർക്കും സ്നേഹ നമസ്കാരം. നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാം കിട്ടും. ഒരു മടിയില്ലാതെ, ഒരു കുഴപ്പമില്ലാതെ ധൈര്യത്തോടുകൂടി പറയാം. കാരണം ഇങ്ങനെ ഒരു അവസരം, താവളം അവിടെ കിട്ടണമെങ്കിൽ എത്രമാത്രം സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഭയമില്ലാതെ അവർക്ക് ചെയ്യാൻ ഇത്രയും കാലയളവ് എങ്ങനെ സാധിച്ചു എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നിങ്ങൾക്കറിയാവുന്ന ലഹരി സംബന്ധമായ രഹസ്യവിവരം ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടോ? ലഹരി മുക്ത കേരളത്തിനായി ആഞ്ഞടിക്കുന്ന ഓപ്പറേഷൻ തൂഫാനൊപ്പം നിങ്ങൾക്കും അണിചേരാം. കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്പായ ഫോൺ ആപ്പിലെ ഷെയർ ഇൻഫർമേഷൻ അനോണിമസ്ലി എന്ന ഓപ്ഷൻ വഴി ലഹരി സംബന്ധമായ രഹസ്യവിവരങ്ങൾ നിങ്ങൾക്ക് കൈമാറാം. ഇവിടെ വളരെ ശക്തമായ നിലയിലാണ് ഈ തൂഫാൻ ആചരിക്കുന്നത്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. അതിലേതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഏതെങ്കിലും പോലീസ് കാര്യം ചെയ്താൽ, ഉദ്യോഗസ്ഥൻ ചെയ്താൽ അവരുടെ പേര് നടപടിയുണ്ടാകും. അവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനം കൂടിയുണ്ട്. ഈ പിടിക്കുന്ന പോലീസുകാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിരീക്ഷിക്കാനുള്ള സംവിധാനം നമ്മൾ പോലീസിൽ തന്നെ ഉണ്ടായി ചെയ്യുന്നു. ആരെങ്കിലും ഇതിനകത്ത് കുറ്റകരമായ നിലയിൽ പ്രവർത്തിച്ചാൽ അവരുടെ പേര് കർശന നടപടിയുണ്ടാകും. അതുപോലെ തന്നെ ജനങ്ങളുടെ സഹകരണം തിരിച്ചിടുന്നു. ഇപ്പൊ തന്നെ നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് വരും. നമ്മൾ കൊടുത്ത നമ്പറുകളിലൂടെ ധാരാളം ആളുകൾ തിരിച്ചു പറയുന്നുണ്ട്, ഇന്നടത്തുണ്ട്. അതെല്ലാം വാല്യുബിൾ ഇൻഫർമേഷൻസ്. ആ ഇൻഫർമേഷൻ തരുന്ന ആളുകളുടെ ഐഡന്റിറ്റി ഒരിക്കലും വെളിപ്പെടുത്തില്ല. പക്ഷെ ഇൻഫർമേഷൻ കണക്കിലെടുത്തുകൊണ്ട് അവരെ ശ്രദ്ധിക്കാൻ, ആ മേഖലകളിൽ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനും പോലീസ് മുന്നോട്ട് വരും. എൻ്റെ ഒരു സംശയം, ഇപ്പോൾ നിലവിലെ UDF സർക്കാർ, ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പോലീസ് ഉദ്യോഗസ്ഥർക്ക് എടുത്തിട്ടുള്ള തീരുമാനമാണ് തൂഫാൻ, ലഹരി വിമുക്ത കേരളം. ഇതിൽ നമുക്ക് കുറെ പാഠങ്ങളുണ്ട്, മനസ്സിലാവാത്ത ചില സംശയങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതല്ല, മറിച്ച് ഇത്രയും വ്യാപകമായിട്ട് വിൽക്കപ്പെടുവാനും ഉപയോഗിക്കുവാനും ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു താവളമായിട്ട് എങ്ങനെ മാറി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വർത്തമാന സാഹചര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ പരിശോധനയും കാര്യങ്ങളും കൃത്യം വ്യക്തമായിട്ട് എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന വിധത്തിൽ കാണുകയാണ്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പറയുന്ന വാക്കുകൾ, ഇതിൽ ആരെങ്കിലും ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെയും നടപടിയെടുക്കാനുള്ള ഒരു തീരുമാനമാണ്. അത് വളരെയധികം പ്രശംസനീയമായ ഒരു നിലപാട് തന്നെയാണ്. അപ്പോൾ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് പറയാനുള്ളത്, അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് വാത്സല്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഒക്കെ വിളിക്കുമ്പോൾ അവിടെ നടക്കാത്ത സംഗതി നടത്തിപ്പിക്കാൻ വേണ്ടിയും അത് ഉപയോഗിക്കാൻ വേണ്ടിയും കണ്ടെത്തിയ ഒരു ഇടമാണോ കേരളം എന്ന് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട കൊച്ചു കേരളം എന്ന് പറയുന്നത് സാഹിത്യ സമ്പുഷ്ടമായിട്ടുള്ള, വിദ്യാസമ്പന്നരായിട്ടുള്ള, നല്ലൊരു സംസ്കാരമുള്ള ഒരു ഇടമാണ്. ആ ഇടത്തെ ഈ ബംഗാളികളും ആസാമിലുള്ളവരും മറ്റ് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരും പറഞ്ഞ് ഇങ്ങോട്ട് കെട്ടുകണക്കിന്, ചാക്ക് കണക്കിന് ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തുകയും അതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്ത് കേരളത്തെ ഒരു പ്രാന്താലയമാക്കി ആക്രമണങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുന്ന ഒരു അവസ്ഥയിലേക്ക് കേൾവി പോലും ഇല്ലാത്ത വിധത്തിലുള്ള കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ നമ്മുടെ കേരളത്തിൽ നടമാടിപ്പോയി. ഇത് ലഹരി കൊണ്ട് ഉണ്ടാകുന്നതാണ്. മറ്റ് സ്വബോധത്തോടു കൂടി ചെയ്യുന്നത് വിരലിലെണ്ണാവുന്ന ആക്രമണങ്ങളോ കൊലപാതകങ്ങളോ ആയിരിക്കാം. അതിലപ്പുറം നിരന്തരമായിട്ട് നമ്മളൊക്കെ മുൻകാലങ്ങളിൽ പ്രഥമ ചാനൽ വഴി വളരെ വിരളമായിട്ടുള്ള വാർത്തകളാണ് കേൾക്കാറ്. എന്നാൽ പ്രാദേശിക ചാനലിൽ പോലും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അത്രയും ആക്രമണങ്ങൾ ഓരോ പ്രദേശത്തും നടക്കുന്നു എന്നുള്ള ഖേദകരമായ സംഭവമാണ്. കേരളത്തിന്റെ മണ്ണിലാണ് സമാധാനമുള്ളത്. ആ സമാധാന അന്തരീക്ഷം നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഒരുപാട് നാളുകളായി ഈ ലഹരി വിൽക്കുന്ന
ഈ മാഫിയ വിലസി നടക്കുകയാണ്. ഗുണ്ടാ വിളയാട്ടങ്ങൾ നടക്കുകയായിരുന്നു. ഇതെന്തുകൊണ്ട് ഈ ഒരു ഓപ്പറേഷൻ നടപടി പോലെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ള സംശയമാണ്, കുറ്റപ്പെടുത്തലല്ല, സംശയമാണ്. എന്തുകൊണ്ട് കൃത്യം വ്യക്തമായിട്ട് ചെയ്തില്ല? കഴിഞ്ഞ നാളുകളിലൊക്കെ കൊറോണ വൈറസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വ്യാപനങ്ങളും അസുഖങ്ങളും പടർച്ചവ്യാധി രോഗങ്ങളും ഒക്കെ പിടിപെടുമ്പോഴും നാട്ടിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും കൃത്യം വ്യക്തമായിട്ടുള്ള ഇടപെടൽ കഴിഞ്ഞ സർക്കാർ നടത്തിയിട്ടുണ്ട്. ഒരു സംശയവുമില്ല. അത് എല്ലാ ആളുകൾക്കും അറിയാം. അത് പറയുന്നുണ്ട് എല്ലാ ആളുകളുടെ ഇടയിലും വളരെ അഭിമാനത്തോടു കൂടി. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ മനുഷ്യന് ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളത്തിൽ വിശേഷിച്ച ഒരു ശാന്തിയും സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ്. അതിന് പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട് നാളുകൾ കുറേയായി. ഫലപ്രദമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ ലഹരി വ്യാപനത്തിനെതിരെ നടത്താൻ കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തൂഫാൻ ഓപ്പറേഷൻ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. സലൂട്ട്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരു കണക്കുമില്ലാതെ വ്യാപകമായിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കേരളത്തിന് ഒരു വരുമാനം എന്ന രീതിയിൽ ഒരു ഐഡന്റിറ്റി കാർഡ്, ഒരു പരിശോധന, പുതിയ ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതല്ലാതെ വരുമ്പോഴാണ് ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല. നമ്മുടെ ഇന്ത്യ രാജ്യമാണ്, നമുക്ക് ഇഷ്ടമുള്ള സംസ്ഥാനത്തേക്ക് പോകാം, അവിടെ ഇഷ്ടമുള്ളതുപോലെ പെരുമാറാം, ലഹരി ഉപയോഗിക്കാം, ആക്രമണങ്ങൾ നടത്താം. ഒരു പ്രചോദനം ഇവർക്കുണ്ടാകുന്നത് അത് മാറിക്കിട്ടുന്ന രീതിയിലുള്ള കർശന നിലപാട് കേരളത്തിന്റെ തൊഴിൽ മേഖലയിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്.